ഈ ശശി തരൂർ ബി ജെ പിയുടെ വക്താവായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളുകളായി ബി ജെ പിക്ക് അനുകൂലമായുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. ഇന്നലെ മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടും അത്തരം പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ മോദി സ്നേഹം വർദ്ധിച്ചതാണോ അതോ സ്വയം താല്പര്യം വർദ്ധിച്ചതാണോ? കാരണം ഒരു ചാട്ടാൻ ചാടിയാൽ ചിലപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനമോ മറ്റ് ചുമതലകളോ ലഭിക്കാമെന്ന വൈകി വന്ന ഒരു വിവേകമാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ? അല്ല, ശശി തരൂർ ഒരു സൂത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. അദ്ദേഹം ഇന്നും ഇന്നലെയും അല്ല നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും സ്ഥാനത്തും അസ്ഥാനത്തും പുകഴ്ത്തി സംസാരിക്കുന്നത്. നേരത്തെയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണിപ്പോൾ. അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസിൽ നിന്നിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല, കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. എന്നാലും ഒരു അവസാനവട്ട ശ്രമം എന്ന നിലയ്ക്കാണ് അദ്ദേഹം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ രാഹുൽ ഗാന്ധി കാണിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങളും എടുത്തുചാട്ടവും ഒന്നും കോൺഗ്രസിനെ രക്ഷിക്കില്ല. രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായ ഈ രാഷ്ട്രീയം അറിയില്ല എന്നുള്ള തിരിച്ചറിവ് ശശി തരൂരിനുണ്ട്. അല്ല, അവർ കാണുന്ന കേരള രാഷ്ട്രീയമാണ്. കേരള രാഷ്ട്രീയത്തിൽ BJP പരാജയപ്പെടുത്തിയ തന്ത്രവുമായി ഡൽഹിക്ക് കയറും. അതെ, രണ്ട് സൈഡിൽ നിന്ന് കൊടുൽക്കുന്നിൽ സുരേഷും വേണുഗോപാലും ഉപദേശിക്കുകയാണ്. അത് ആ ഉപദേശം ഡൽഹിയിൽ വിജയിക്കില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ശശി തരൂരിന് അത് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയേണ്ട സമയത്തൊക്കെ മോദിയെയും BJPയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തി സംസാരിക്കുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? വളരെ കൃത്യമായിട്ട് വെറും ഒരു മാസം പോലും ട്രംപ് അധികാരത്തിൽ കയറിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. ആ സമയത്ത് അദ്ദേഹം ഏതെങ്കിലും ഒരു ലോക നേതാവിനെ കണ്ടെങ്കിൽ അത് മോദിയെയാണ്. നോക്കൂ, അതിൻ്റെ പ്രാധാന്യം തരൂർ എടുത്തു കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. അല്ല, ഇതിൽ മറ്റൊരു കാര്യം, ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മോദിയെ വിമർശിക്കുകയാണ്. ഈ അദാനിയുടെ ചോദ്യവുമായി ബന്ധപ്പെട്ടെല്ലാം കോൺഗ്രസിൽ നിന്ന് വിമർശിക്കുമ്പോഴാണ് കോൺഗ്രസിൽ തുടർച്ചയായി പലതവണ 4ാം വട്ടം എന്തോ വിജയിച്ച ഒരു MP പറയുന്നത് മോദിക്ക് അനുകൂലമായി സംസാരിക്കുന്നത്. അതാണ് ഞാൻ തുടക്കം സൂചിപ്പിച്ചത്. നമുക്ക് സംശയമുണ്ട് ഇദ്ദേഹം ഇനി BJPയുടെ വക്താവായി മാറിയിട്ടുണ്ടോ എന്ന കാര്യം. അദ്ദേഹം കോൺഗ്രസ് നേതൃത്വം, കേരള നേതൃത്വം ഇതിൽ നിന്ന് എന്തെങ്കിലും അടുത്ത അവരുടെ പ്രസ്താവന എന്തായിരിക്കുമെന്നാണ് കാത്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം BJPയുടെ വക്താവ് എന്നതിലുപരി ഒരു രാഹുൽ വിരുദ്ധ വക്താവായി മാറിയിരിക്കുകയാണ് ശശി തരൂർ വാസ്തവത്തിൽ. അതിപ്പോൾ ഇതിൽ മാത്രമല്ല, പിന്നെ കഴിഞ്ഞ തവണ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിൽ നിന്ന് അനധികൃതമായിട്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറിയ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തത്. അവരെ കൊണ്ടുവന്നത് കൈവിലങ്ങൊക്കെ അണിയിച്ചാണ് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് അമൃത്സറിൽ ഇറക്കിയത്. ഇതിനെതിരെ വലിയ വിമർശനവും വലിയ മനുഷ്യാവകാശ ലംഘനവും ഒക്കെ ഉയർത്തി ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ അലമുറയിട്ടു. പക്ഷെ ശശി തരൂർ എന്താ പറഞ്ഞത്? ഇത് ബൈഡൻ്റെ കാലത്തും ചെയ്തു. ട്രംപ് വരുന്നതിന് മുമ്പ് ബൈഡൻ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1100 പേരെയാണ്, കണക്ക് പോലും കൃത്യമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ സെപ്റ്റംബറിൽ 1100 പേരെയാണ് ഇതുപോലെ ഡീപ്പോർട്ട് ചെയ്തത്. അന്ന് എന്താ ആരും മിണ്ടാതിരുന്നത്? തരൂർ വളരെ കൃത്യമായിട്ട് ചോദിച്ചു. ഈ തരൂരിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിയോ പ്രതിപക്ഷത്തെന്നുള്ള ഏതെങ്കിലും ഒരു MPയോ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോ ഒന്നും തയ്യാറായില്ല. അവരതെല്ലാം അവഗണിക്കുകയാണ്. അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. ഒരു കലഹമുണ്ടാക്കി ചാടുന്ന രീതി ഉണ്ടല്ലോ. കലഹമുണ്ടാക്കി ചാടുക മാത്രമല്ല, തരൂരിൻ്റെ ലക്ഷ്യം കലഹമുണ്ടാക്കി കോൺഗ്രസ് അവിടുന്ന് ഗതികെട്ട് തരൂരിനെ പുറത്താക്കണം. അപ്പോൾ പിന്നെ കൂറുമാറ്റ നിയമം വിഷയമാവില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മോദിക്ക് 2 കൈയും നീട്ടി തരൂരിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടായിരുന്നു. കാരണം ഈ നമ്മുടെ തിരുവനന്തപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ട് BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ച് വൈകുന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരും, അത് ശശി തരൂരായിരിക്കുമെന്ന ചർച്ചകൾ പോലും തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ശശി തരൂർ തന്നെ തിരിച്ചറിയുന്നുണ്ടല്ലേ ഇനി തൻ്റെ ഒരു ഭാവി BJPക്ക് അനുകൂലമാണ്. വളരെ നേരത്തെ തിരിച്ചറിഞ്ഞു. അത് ഏതാണ്ട് 2014-15 കാലത്ത് തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആദ്യകാലത്ത് പിന്നെ ഇതിന്റെ വേറൊരു വിഷയം എന്ന് പറയുന്നത് കേരള നേതൃത്വത്തിന്റെ കഴിവുകേടുമുണ്ട്. കാരണം കേരളത്തിൽ ഇദ്ദേഹത്തിന് നിന്ന് ജയിക്കാൻ കഴിയുമോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായി തന്നെ വിജയിക്കുന്നത് BJP വിരുദ്ധ വോട്ടുകൾ കൊണ്ടാണ്, അല്ലാതെ സ്വന്തം വികസന സ്വപ്നങ്ങളോ സ്വന്തം വികസനം. ഇപ്പോൾ പല നേതാക്കളും അങ്ങനെ, ഞാൻ ഈ മഹാരാഷ്ട്രയിലല്ലേ ഈ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ പോസ്റ്റർ ഒന്നും അടിച്ചില്ല, ഞാൻ ഇതെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ശശി തരൂരിന് പ്രചാരണമൊന്നുമില്ല. ശശി തരൂരിന് എന്തായാലും അങ്ങനെ ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും സാധിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെയാണ് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ചില മണ്ഡലങ്ങളിൽ എത്തുമ്പോൾ BJP വിജയിക്കരുതെന്ന ചിന്ത ഉള്ള വോട്ടർമാർ ഇദ്ദേഹത്തെ ജയിപ്പിച്ചു വിടുന്നതാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിചാരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ താൻ BJPക്ക് വേണ്ടി മത്സരിച്ചാൽ വിജയിക്കുമോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകേടാണ്. തീർച്ചയായിട്ടും ഈ തരൂരിൻ്റെ കാര്യം പറഞ്ഞതിൽ വളരെ ശരിയാണ്. ചില മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് BJP വിരുദ്ധ വോട്ടുകൾ കിട്ടുന്നുണ്ട്. അത് വെറും രാഷ്ട്രീയമല്ല, അതിനകത്ത് കുറച്ച് കമ്മ്യൂണലായ ചില ഫാക്ടേഴ്സും ഉണ്ട്. അതാണ് അവിടെ തരൂരിനെ ഗതികെട്ട് എന്നെ കൊണ്ടുപോകും ഈ BJP ജയിക്കാതിരിക്കാൻ. ചില മാധ്യമങ്ങൾ ഈ ജനങ്ങളുടെ പ്രതികരണം എടുക്കുമ്പോൾ പറയും ശശി തരൂർ ഒന്നും ചെയ്തില്ല, പക്ഷെ BJP വിജയിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശശി തരൂരിന് വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും അതൊരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം നല്ലവണ്ണം തിരിച്ചറിയുന്നുണ്ട് തരൂർ. അപ്പോൾ തരൂര് ഇത് 2014-15 കാലത്ത് തന്നെ തരൂരിന് മനസ്സിലായി കാൽച്ചോട്ടിലെ മണ്ണ് കുറേ ഒലിച്ചു പോയി, ഇനി BJPയോട് ഏറ്റുമുട്ടി വിജയിക്കുക വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. 2019 ഒരു പ്രത്യേക സാഹചര്യത്തിൽ തരൂർ ജയിച്ചു. എനിക്ക് തോന്നുന്ന ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ പ്രൊഫഷണൽ 2009 അവസാനിപ്പിച്ച്. പക്ഷെ അന്ന് അധികാരത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് ആണ്. അന്ന് അദ്ദേഹത്തിന്റെ രീതിയെല്ലാം വെച്ച് അദ്ദേഹം ഒരു BJP-കാരനാകാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഇപ്പോൾ പ്രൊഫഷണൽ ജീവിതം അവസാനിപ്പിച്ച് വരുമ്പോൾ എല്ലാവർക്കും ഒരു അധികാരമോഹം കാണുമല്ലോ. അങ്ങനെയാണ് അദ്ദേഹം അധികാരമോഹം. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൽ പോയത്. അല്ലാത്ത പക്ഷെ അന്ന് BJP ആയിരുന്നെങ്കിൽ അദ്ദേഹം BJP-യിലെ ചേരുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ മുൻപിൽ തന്നെ ജയശങ്കർ ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ. ഈ തരൂരിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ പറയാൻ കഴിയുന്ന ഒരു വാക്യം BJP മനസ്സും കോൺഗ്രസ് ശരീരവുമായി ജീവിക്കുന്ന ഒരാൾ എന്നാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങളെല്ലാം BJP മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. ഇപ്പം ഇരട്ട നഗരം, ബാഴ്സലോണ തുടങ്ങിയ പദ്ധതികളൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അത് അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, തരൂരിനും അറിയാം ആ സത്യം. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ പെട്ടെന്നിങ്ങനെ BJP-യിലേക്ക് പോകാൻ സാധിക്കാത്ത വണ്ണമുള്ള ചില പ്രത്യേകതകൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് ശ്രീജിത്ത് പറഞ്ഞതുപോലെ കേരളത്തിലെ BJP നേതൃത്വവും ഒരു പരിധിവരെ അതിന് കാരണക്കാരാണ്. തരൂരിനെ പോലെ ഒരാളെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തിന് ഒരു സ്പേസ് കൊടുക്കാനും തക്കവണ്ണമുള്ള ഒരു വിശാലത, ഒരു വളർച്ച, ഒരു ശക്തി കേരളത്തിലെ BJPക്ക് ഉണ്ടോ എന്ന് അവർ ആത്മപരിശോധന നടത്തട്ടെ, അതവിടെ നിന്നോട്ടെ. തരൂരിൻ്റെ മറ്റൊരു കാര്യം, ഈ തരൂർ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ പാർലമെൻറ്റിൽ നിരന്തരം പാർലമെൻറ്റ് തടസ്സപ്പെടുത്തി ബഹളമുണ്ടാക്കിയ രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം ദേശീയ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഇത് ശരിയല്ല, ചർച്ചകൾ നടക്കട്ടെ, വഖഫ് ബില്ലിൻ്റെ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ ബജറ്റിൻ്റെ കാര്യത്തിലാകട്ടെ ചർച്ചകൾ നടക്കണം. പാർലമെൻറ്റ് ചർച്ചകൾക്കുള്ള വേദിയാണ്, പ്രതിപക്ഷത്തിനും പറയാനുള്ള അവസരമുണ്ട്, അത് പ്രതിപക്ഷം ഭംഗിയായിട്ട് വിനിയോഗിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഉയർത്തി കാണിക്കേണ്ടത്. കൃത്യമായിട്ട് ഇരുത്തം വന്ന പക്വതയുള്ളൊരു രാഷ്ട്രീയക്കാരൻ്റെ വാക്കുകളാണ്. അദ്ദേഹം അവിടെ വളരെ കൃത്യമായി പാർലമെൻറ്റിൽ ഈ പറയുന്നത് പോലെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് മികച്ച നേതാവാകാൻ കഴിയുന്നത്. കാരണം നമ്മുടെ മുന്നിലുണ്ട് പ്രേമചന്ദ്രൻ, അദ്ദേഹം ഓരോ ചർച്ചകളിലും അദ്ദേഹം എന്താണെന്ന് തെളിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ തരൂരും അതുപോലെയാണ്. തരൂരിനെ സംസാരിക്കാൻ വേണ്ടത്ര അവസരം പാർലമെന്റിൽ കൊടുക്കുന്നുണ്ടോ കോൺഗ്രസ് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പ്രേമേന്ദ്രന്റെ കാര്യത്തിൽ ആ പ്രശ്നമില്ല. അല്ല, ഖാർഗെക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഖാർഗെക്ക് കൊടുക്കുന്നുണ്ട്. ഖാർഗെ അവിടെ വന്ന് പല വിഡിത്തങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. അദ്ദേഹം കാരണം നമ്മുടെ സോണിയാഗാന്ധി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഖാർഗെക്ക് സമയമുണ്ട്. അതെ, ശശി തരൂരിന്. അല്ല, നെഹ്റു കുടുംബത്തിനെ താങ്ങുന്നവർക്ക് കോൺഗ്രസിനുള്ളിൽ വലിയ സ്വീകാര്യതയുണ്ട്. അതേസമയം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന, കൃത്യമായി രാഷ്ട്രീയം പറയുന്നത്, രാഷ്ട്ര താല്പര്യം സംരക്ഷിക്കുന്ന നേതാക്കൾക്ക്, MP-മാർക്ക്, MLA-മാർക്ക് കോൺഗ്രസ്സിൽ എത്ര സ്ഥാനമുണ്ടെന്ന് അവർ തന്നെ ആലോചിക്കട്ടെ, എത്ര സ്വീകാര്യതയുണ്ടെന്ന് അവർ ചിന്തിക്കട്ടെ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. തരൂർ ശീതകാല സമ്മേളനം കഴിഞ്ഞു, ബജറ്റ് സമ്മേളനത്തിലും തരൂർ ഇതുപോലെ തന്നെയാണ് പെരുമാറിയത്. തരൂർ പറഞ്ഞു പാർലമെന്റ് ഇത്തരം ബഹളങ്ങൾക്കുള്ള വേദിയല്ല. ഇനി എന്തായാലും കേരളത്തിലുള്ള നേതാക്കൾ, മതേതരത്വ നേതാക്കൾ വടിയെടുക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ. കാരണം എങ്ങനെയെങ്കിലും തരൂരിനെ ഒന്ന് പുറത്താക്കിയാൽ ഇവിടെ മത്സരിക്കാൻ ഒരു അവസരമെങ്കിലും കിട്ടുമല്ലോ. തരൂരല്ല മത്സരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ് ജയിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. തരൂരിൻ്റെ ചില സ്വീകാര്യതകളും തരൂരിന് മാത്രമുള്ള ചില പ്രത്യേകതകളും ഒപ്പം BJP വിരുദ്ധത. ഈ തരൂരിൻ്റെ ഈ പ്രത്യേകിച്ച് നാം പറയുമ്പോഴും
ഈ കമ്മ്യൂണൽ വിഷയമുള്ള മണ്ഡലങ്ങളുണ്ടോ അതിന് പുറത്ത് മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് നഗരസഭ കേന്ദ്രീകരിച്ചുള്ള നഗരമണ്ഡലങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് തരൂരായതുകൊണ്ടാണ്, ഇമേജ് കൊണ്ടാണ്. അല്ലെങ്കിൽ ഏകപക്ഷീയമായി അവിടെ അവർ BJP വിരുദ്ധമായി വോട്ട് ചെയ്താൽ പോലും നഗരത്തെ തകർക്കാൻ കഴിയില്ല. പക്ഷെ ഈ എന്തെല്ലാം പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് വെച്ചു ഇങ്ങനെ വികസനം ചെയ്തിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ പരാതികൾ ഏറെ ഉണ്ടെങ്കിലും BJPയോട് പിടിച്ച് BJP വലിയ മുന്നേറ്റമാണ് ഓരോ മണ്ഡലങ്ങളിലും നഗരസഭയിൽ കാഴ്ചവെക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ശശി തരൂരായതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ നേട്ടമല്ല, അത് ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവമാണ്. അങ്ങനെയുള്ളൊരു ശശി അല്ലെങ്കിൽ ഏകപക്ഷീയമായി തന്നെ BJP മുന്നേറുകയും ചെയ്യും, ഈ തീരപ്രദേശങ്ങളിലെ വോട്ട് മറികടക്കാനും കഴിയും. എനിക്ക് തോന്നുന്നത് BJPയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ടാണ് വേറെ 14,000-17,000 വോട്ടിൽ. അതെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് BJPയിലെ സംസ്ഥാന നേതൃത്വത്തിൽ കാതലായ ചില മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ തരൂർ BJPയിൽ വന്നു ചേരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.